ഇനിയൊരു ജീവിതം പൂവതിയില്ല. ജീവിതം ജീവിതമൊന്നേയുള്ളൂ. വെറുതെ പാഴാക്കിടയില്ലേ. മരിക്കുന്നുണ്ടോ ഓർത്തിടുക. ഇനിയൊരു ജീവിതം പൂവതിയില്ല. ജീവിതം ജീവിതമൊന്നേയുള്ളൂ. വാർത്തകൾ കണ്ടുരസിച്ച്, കോമഡി കണ്ടുചിരിച്ച്, സീരിയൽ കണ്ടുകളഞ്ഞ്, റിമോട്ട് ഞെക്കി ഞെക്കി, ചാനലുകൾ മാറ്റി മാറ്റി, കോറടി നീക്കി നീക്കി, അലസനായി കുത്തിയിരുന്ന് സമയത്തിൽ വിലയേറിയാതെ ജീവിതം പാഴാക്കുന്ന ഓരോരോ വ്യക്തികളും വ്യക്തമായി ചിന്തിച്ചിടും. ഘടികാര സൂചി സാധാ നൂറുക്കാതെ ചലിക്കുന്നു. പിന്നെ പച്ചപ്പും കയറിയിറങ്ങി അന്യന്റെ മോളിൽ നോക്കി നോക്കിത്തും തേടി നടന്ന് ചുമ്മാതെ കമന്റുകളിട്ട് വേണ്ടാത്തത് ഷെയറും ചെയ്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ മുൻപി കുറെ നേരം കുത്തിയിരുന്ന് ധാരാളം ചാറ്റും ചെയ്ത് ന്യൂ ഫ്രണ്ട്സിനെ ആഡും ചെയ്ത് എന്നിട്ടും ഒറ്റയ്ക്കെന്നൊരു തോന്നലും മാറുന്നില്ല. ഈ കാണും ചെങ്ങാതികൾ നിൻ മരണം വരെ കൂടെ കാണും. ജീവിതം ജിന്ദഗിയെ പൂഹിയ ചോരത്തുളപ്പി ലോകത്തിൻ മോഹം തേടി ആരെയും കൂസിടാതെ സ്വന്തം കഴിവിലൂന്നി വെറുതെ തലമുയർത്തി നെഞ്ചും വീരിച്ചു നടന്ന് ആരെയും വകവയ്ക്കാതെ തന്നിത്തം മാത്രം ചെയ്ത് ആത്മീക സത്യം കേട്ടാൽ നോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ദൈവിക ഭക്തിയുമില്ല, ദൈവത്തെ പേടിയുമില്ല. ഇങ്ങനെ പോയാൽ പിന്നെ കഷ്ടം എന്നേ പറയാനുള്ളൂ. യൗവനം പോയിയും വാർദ്ധക്യം വന്നെത്തിയിടും. കണ്ണിന്റെ കാഴ്ചകൾ മണ്ണും കേൾവിക്കും തകരാറാകും. സുന്ദര രൂപം മാറും, ജലനരകൾ ബാധിച്ചിടും. വില്ലുകൾ തൂങ്ങി വളയും, ഓർമ്മകൾ നിശ്ചലമാകും. നാം കണ്ട കനവുകളെല്ലാം തകർന്നു നരിപ്പണമാകും. 6 അടി മണ്ണിൽ നമ്മുടെ ഓട്ടവും പങ്കുനിലയ്ക്കും. മരണം ഇങ്ങെത്തും മുമ്പേ രക്ഷാമാർഗം നീ തേടിടും. ജീവിതം ജീവിതമൊന്നേയുള്ളൂ. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ദിവസങ്ങൾ എത്ര പൊഴിഞ്ഞു, മരണത്തിൻ വായിൽ ചെല്ലാൻ മായുന്നു നാം അതിവേഗം. ഇഹലോകവാസം കിട്ടാൻ എവിടെ നാം ചെന്നെത്തിയിടും. നിത്യമായി ജീവിച്ചിടാൻ അതിനാരിൽ ആഗ്രഹമില്ലേ. മരണത്തെ ജയിച്ചവനേറ്റു സ്വർഗത്തിൽ വാണിയിടുന്നു. നിന്നെയും ചേർത്തിടുവാൻ അൻപോടെ മാടി വിളിച്ച് സൗജന്യമായൊരു രക്ഷ ഇപ്പോൾ തന്നെ സ്വീകരിക്കും. ജീവിതം ജീവിതമൊന്നേയുള്ളൂ. അത് വെറുതെ പാഴാക്കിടയില്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക. ഇനിയൊരു ജീവിതം പൂവതിയില്ല. ജീവിതം ജീവിതമൊന്നേയുള്ളൂ. അത് വെറുതെ പാഴാക്കിടയില്ലേ.
ഇനിയും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ ഉച്ചയോടടുക്കുന്ന സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. ഈ വഴിയോരത്തിന്റെ ഈ സമീപത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടാവാം, ഇങ്ങനെ വന്നു നിന്ന് ഘോരം പ്രസംഗിക്കുന്നതിനുള്ള ചേതവികാരം എന്താകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ഞങ്ങൾ സമാധാനം എന്താണെന്ന് അറിയാതെ ലോകത്തിന്റെ പല മോഹങ്ങളിലും വീണ് പലതും ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോയപ്പോൾ, വൻ തകർച്ചയിൽ ഞങ്ങൾ എത്തിയപ്പോൾ, ആ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചവനായ ഒരു ദൈവമുണ്ട്. ആ തളർച്ചയിൽ നിന്ന് ഞങ്ങളെ നിവർത്തി നിർത്തിയവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് നിങ്ങളോട് അറിയിക്കുവാൻ, ആ നല്ല വാർത്ത, ആ നല്ല വിശേഷം, ആ സുവിശേഷം നിങ്ങളോട് അറിയിക്കുവാനാകുന്നു ഞങ്ങൾ ഇന്ന് ഈ വഴിയോരത്ത് ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷം നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു തരാം, ഈ ലോകത്തിലെ ഏത് തകർച്ചയുടെ അനുഭവത്തിൽ നിങ്ങൾ പോയാലും ആ തകർച്ചയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ആ ദൈവം നിങ്ങളെയും വിടുവിക്കും. ഞങ്ങളെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കും. ഇപ്രകാരം യേശു ഈ ഭൂമിയിൽ വന്നൊരു വാക്ക് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു. ലോകത്തിൽ കഷ്ടമില്ല എന്നല്ല യേശു പറഞ്ഞത്, ലോകത്തിൽ കഷ്ടമുണ്ട്. എങ്കിൽ എങ്ങനെ ആ കഷ്ടതയെ അതിജീവിക്കും? എങ്ങനെ ആ കഷ്ടതയെ അഭിമുഖീകരിക്കും? കഷ്ടം അനുഭവിച്ചവന് മാത്രമേ കഷ്ടത്തിൽ നിന്ന് എങ്ങനെ കരകയറാൻ കഴിയൂ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ യേശു വന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കഷ്ടം താനാണ് അനുഭവിച്ചത്. ഇപ്രകാരം യേശു ഈ ലോകത്തെ നോക്കി പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്നൊത്തിരി കാര്യങ്ങളിൽ പലര് അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അധ്വാനിക്കുന്നതിന്റെ മൂല്യം ഭവനത്തിൽ കാണുന്നില്ല. ഒത്തിരി അധ്വാനിക്കുന്നു, പക്ഷെങ്കിൽ അതിന്റെ പൂർണ്ണ തൃപ്തി വരുന്നില്ല. ഒത്തിരി വെട്ടിപ്പിടിക്കുന്നു, വെട്ടിപ്പിടിച്ചതൊന്നും തൃപ്തി വരുന്നില്ല. തൃപ്തി വരുവാൻ കഴിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ഇതായിരുന്നു. ആദിയിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. മണ്ണിലെ പൊടി കൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിന് ദൈവത്തിലൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതിന്ന് ഏത് മനുഷ്യനും അപ്പനും അമ്മയ്ക്കും തന്റെ മക്കളോട് ഒന്നിച്ചിരിക്കണം, കൂട്ടായ്മ ആചരിക്കണം എന്ന ആഗ്രഹമുള്ളതുപോലെ തന്നെയാകുന്നു പിതാവായ ദൈവം ആദിയിൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്
ദൈവം ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു. എന്നാൽ ആ മനുഷ്യനുമായുള്ള കൂട്ടായ്മയെ വേർതിരിക്കുവാൻ പിശാചാകുന്ന സാത്താൻ പാമ്പിൽ കയറി. എന്നിട്ട് സ്ത്രീയോട് വന്ന് പറഞ്ഞു, വാസ്തവമായി ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ദൈവം പറഞ്ഞിരുന്നു മുന്നമേ, അത്തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത കൊണ്ട് നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന ഒരു ഫലം ആ വൃക്ഷത്തിനുണ്ട്. ദൈവം പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്താണ് മരണം? വേർപാടാകുന്ന മരണം. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മരണം സംഭവിച്ചു. ഇതാകുന്നു പിശാച് സ്ത്രീയോട് ചോദിച്ചു, വാസ്തവമായി ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് രണ്ടു വട്ടം സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, ഭക്ഷിക്കരുത്. എന്നാൽ പിശാച് തിരിച്ചുത്തരം പറഞ്ഞൊരു വാക്കുണ്ട്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുകയില്ല, പിന്നെ നിങ്ങൾ എന്തുവാകും? നിങ്ങൾ ദൈവത്തെ പോലെയാകും. പ്രിയരെ, ഇന്ന് ഇപ്രകാരമാകുന്നു പിശാച് ലോക മനസ്സാക്ഷിയോടുകൂടി നമ്മോട് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗുരുവിനേക്കാൾ വലിയവനാകണം. മറ്റുള്ളവന്റെ തോളിൽ ചവിട്ടിയാലും എനിക്ക് എന്റെ കാര്യം നടക്കണം. ഈ ചിന്തയാകുന്നു പിശാച് സ്ത്രീയോട് പറഞ്ഞത്. നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. വേറെ സ്ത്രീ ആ ഭക്ഷണം, ആ ഫലം ഭക്ഷിച്ചു, പുരുഷനും കൊടുത്തു. അപ്പോൾ സംഭവിച്ചത്, ദൈവം മനുഷ്യന് കൊടുത്തിരുന്നൊരു തേജസ് ഉണ്ടായിരുന്നു. ആ തേജസ്സിനാൽ തന്റെ ശരീരത്തില് നഗ്നനാണോ എന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ പാപം എപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നോ, ആ നിമിഷം മുതൽ മനുഷ്യൻ തന്നെ താൻ നോക്കിയപ്പോൾ താൻ നഗ്നനെന്ന് കണ്ടു. ഇപ്രകാരം ദൈവജനത്തിൽ ഒരു വാക്യമുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്തതോടുകൂടി മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഇടിവ് സംഭവിച്ചു, മരണം സംഭവിച്ചു. ഈ മരണത്തെ മാറ്റുവാനാകുന്നു സാക്ഷാൽ ദൈവമായവൻ തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നത് അമ്മയുടെയും അപ്പന്റെയും നിന്നും ഉള്ള ഫലത്തിൽ നിന്നാകുന്നു ഒരു ജനനം സംഭവിക്കുന്നത്. എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചത് സ്ത്രീയുടെ ഉത്തരം കടമെടുത്ത് പരിശുദ്ധാത്മാവിനാലാകുന്നു യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. യേശു മാത്രമേ ഉള്ളൂ വിശുദ്ധനായി ജനിച്ചത്. എന്നാൽ ഈ യേശു തന്റെ 33.5 വയസ്സിൽ ഈ ഭൂമിയിൽ ജീവിച്ചു. തന്നിലൊരു പാപവുമില്ലായിരുന്നു. ലോകത്തിന്റെ കോടതി പോലും വിധിച്ചത് ഇവനിൽ പാപമില്ല. പാപമില്ലാത്തവൻ ഈ ഭൂമിയിൽ വന്ന് മാനവരാശിയുടെ പാപത്തെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, പാപത്തിൽ മരിക്കേണ്ടിയിരുന്ന നമ്മളെ തന്റെ സ്വയയാഗത്താൽ മനുഷ്യനെ പിതാവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ യേശു ഈ ഭൂമിയിൽ വന്ന ഒരു പാലമായി തീർന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നാൽ
ഈ പദവിയിലേക്ക് വരുവാൻ എങ്ങനെ സാധിക്കും? അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം വിളിച്ചു പറയുന്നുവെങ്കിൽ, ദൈവമേ, ഞാനൊരു പാപിയാകുന്നു, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാകുന്നു യേശു ക്രൂശിൽ യാഗമായി തീർന്നത്. ആ യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ യാഗത്തിൽ എന്റെ പാപം മാറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ദൈവ മക്കൾ എന്നുള്ള പദവിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ട് വിശുദ്ധ വചനം പറയുന്ന അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ അധികാരം തന്നു. സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 30 വർഷക്കാലം മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ശ്രദ്ധിക്കണമേ, അപ്പോഴും മാതാപിതാക്കള് പാപമുള്ള ജഡത്തിലാണ് വസിക്കുന്നത്. അപ്പാപമുള്ള ജഡത്തിൽ വസിക്കുന്ന മാതാപിതാക്കൾക്ക് മുൻപിൽ യേശു കീഴടങ്ങിയിരുന്നു. 30 വയസ്സിന് ശേഷം പിതാവ് തന്നെ അയച്ച ശുശ്രൂഷ 3.5 വർഷക്കാലം ചെയ്ത് സകല മാനവരാശിയുടെ പാപത്തെ തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി. താൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞിരുന്നു, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. അവസാന നിമിഷം താൻ യാഗമാകുന്ന നിമിഷങ്ങളിൽ ലോകം തന്റെ മേൽ കുറ്റം ചുമത്തി ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോൾ ചാട്ടവാറിന്റെ അറ്റത്തുള്ള ആ ചൂണ്ട പോലത്തെ ആ മൂർച്ഛിച്ച ആ ചൂണ്ട തന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയപ്പോൾ എപ്രകാരം ഉഴവുകാർ ചാല് ഉഴുതു മറിക്കുന്നത് പോലെ തന്റെ ശരീരം ഉഴുതു മറിച്ചു. പ്രിയരെ, അത് എന്റെ രോഗത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ അടിപ്പിണരാൽ ആര് വിശ്വസിക്കുന്നു അവർക്ക് സൗഖ്യമുണ്ട്. വിശുദ്ധവചനം വീണ്ടും ഓർപ്പിക്കുന്നു, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അതെ, ആ ശാപത്തെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യേശു ഈ ഭൂമിയിൽ വന്ന് ആ മരക്കുരിശിൽ താൻ യാഗമായത്. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ജീവിതത്തെ നോക്കി ഇപ്രകാരം പറയുന്നുണ്ടോ, എന്റെ ജീവിതം ശാപമാണ്, എന്റെ കുടുംബം ശാപമാണ്, ഞങ്ങൾ ശാപഗ്രസ്തരാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അപ്രകാരം പിശാച് നിങ്ങളെ ആ കള്ളവാക്ക് പറഞ്ഞ് ആത്മഹത്യയിലേക്ക് മറ്റും കൊണ്ടുപോകുന്നുവെങ്കിൽ, ജീവിതം തന്നെ അസ്വസ്ഥമാകുന്നുവെങ്കിൽ, ഇപ്രകാരം ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറയുന്നു, സകല മാനവരാശിയുടെ ശാപങ്ങൾക്ക് വേണ്ടിയാകുന്നു യേശു മരക്കുരിശിൽ തൂങ്ങിയത്. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വിളിച്ചു പറ, എന്റെ കുടുംബത്തിന്റെ ശാപം മാറ്റുവാൻ, എന്റെ ശാപത്തെ നീക്കുവാൻ യേശു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ നിങ്ങളുടെ മേൽ നിന്ന് പിശാച് വെച്ചിരിക്കുന്ന ആ ശാപത്തിനെ കർത്താവ് ഇപ്പോൾ തന്നെ അത് മാറ്റും. ആ ശാപത്തെ നീക്കിയ കർത്താവ് മുമ്പോട്ട് പോകുവാൻ നല്ലൊരു മാർഗം ഈ ഭൂമിയിൽ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു. താൻ നടന്നുപോയ വഴികളിൽ രോഗികളെ സൗഖ്യമാക്കി. താൻ പോയ വഴികളിൽ 30 വർഷം തളർന്നു കിടന്ന തളർവാദ രോഗികളെ യേശു സൗഖ്യമാക്കി. മരിച്ചവരെ യേശു ഉയർപ്പിച്ചു. ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളാകുന്നു.
യേശു പ്രകാരം തന്നെ ശുശ്രൂഷ ഈ ഭൂമിയിൽ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ പിതാവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നിലുണ്ട്. ഈ ആത്മാവിനെ ആകുന്നു യേശു നമ്മളെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കുറിച്ച്. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പ്രാപിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. പ്രിയരെ, പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുവാനല്ല ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കിയിരിക്കുന്നത്. പിശാച് പറയുന്ന കള്ളങ്ങളെ കേട്ട് നരകത്തിലേക്ക് അയക്കുവാൻ അവൻ പദ്ധതിയിടുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവനുണ്ടാകുവാനും സമർത്ഥമായി ജീവനുണ്ടാകുവാനുമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യം വളരെ പ്രതികൂലമായിരിക്കാം. നിങ്ങൾക്ക് പ്രത്യാശ വരുന്നത് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ലായിരിക്കാം. എന്നാൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും. പ്രിയരെ, അപ്രകാരം ഒരു ജയജീവിതം നയിപ്പാൻ നിങ്ങളെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, യേശുവേ ഞാനൊരു പാപിയാകുന്നു, എന്റെ പാപത്തെ അങ്ങ് മായ്ച്ചു കളയണമേ എന്ന് ഹൃദയനർക്കത്തോട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഏത് വലിയ ഭാരവും ദൈവം നീക്കി നിങ്ങൾക്ക് ആശ്വാസം തരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർ ആയിരിക്കുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ആശ്വാസം തരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദേശത്തെ ഞങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധ്വാനിച്ചും ഭാരം ചുമന്നുകൊണ്ട് കർത്താവ് നടക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി ഞങ്ങൾ പറയുന്നു, കർത്താവ് അവർക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ. രോഗത്തിന്റെ പരിഹാരമായ യേശുവെ അവിടുത്തെ അടിപ്പിടാനുള്ള സൗഖ്യം രോഗികൾക്ക് നൽകണമേ. പിശാച് ജീവിതങ്ങളെ, വ്യക്തികളെ ശാപത്തിന്റെ മുഖം ചുമപ്പിക്കുന്ന ആ ചുമട് നീക്കുവാൻ യേശുവെ അന്നാണെന്നല്ലോ ഈ ഭൂമിയിൽ വന്ന് പരമയാഗമായി തീർന്നത്. കർത്താവെ, ആ ക്രൂശിന്റെ വിടുതലുകൾ അവർ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോരുത്തരോടും ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സകല മാനമോത്തങ്ങൾക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.